2012 സെല്ലുലോയിഡ് പാടുന്നത് ആദ്യമായിട്ട് പാടുന്നത്. അപ്പൊ നമുക്കൊരു തുടക്കം കിട്ടണമല്ലോ. അപ്പൊ അതുവരെ നമ്മൾ പല ക്ലാസിക്കലൊക്കെ പാടിയിട്ടുണ്ട്. ആ പാട്ടിലേക്ക് എങ്ങനെയാ എത്തുന്നത് ശരിക്കും? അതെ, എം ജയേന്ദ്ര സാറുമായിട്ട് ഫോണിലൂടെ ഇപ്പൊ എനിക്ക് സംഗീതം പഠിപ്പിച്ചു തരും, പാട്ട് പഠിപ്പിച്ചു തരും. ഫോണിലൂടെയാണ്. ദാസേട്ടൻ പഠിപ്പിക്കുന്ന പോലെ തന്നെ. എം ജെ സാറായിട്ട് മുന്നേ പരിചയം ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ഓ അല്ലേ, അടിപൊളി. പിന്നെ ഫോണിലൂടെ നല്ല ഈ പറഞ്ഞ പോലെ ഞാൻ എല്ലാം പറയും. മിമിക്രിയുടെ ആളാ. എന്താ എം ജെ സാർ എന്താണ് മിമിക്രി ചെയ്യുക? എം ജെ സാറ് കമലഹാസൻ സാർ എന്നെയും പറയും, എന്റെയും പറയും. ഓ, എന്റെയാണ് പ്രധാനമായിട്ട്. മാം ആരാ ചെയ്യാ? ഞാൻ മെയിൽ പോർഷൻസ് ആണ്. ആരെയാ ചെയ്യാന്നാലും കോൺഫിഡൻസ് ഉള്ള രാജൻ പി ഒന്നും ചെയ്യുന്ന. അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ജയേന്ദ്ര സാർ ആത്മീയ യാത്ര എന്നൊരു ചാനലില് ഞാൻ അമൃതവർഷിണി രാഗം പാടുന്നത് കേട്ടപ്പോഴേ എം എസ് സുബ്ബലക്ഷ്മി അമ്മയുടെ ശബ്ദവുമായിട്ട് സാമ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് കമൽ സാർ ഒരു പഴയകാല ചിത്രം നിർമ്മിക്കുന്നു, സെല്ലുലോയിഡ് എന്നാണ് പേര്. അപ്പൊ അതിൽ ഓപ്പൺ ആയിട്ട് പാടുന്ന ഫീമെയിൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്റെ പേരാണ് സജസ്റ്റ് ചെയ്തത്. ഒരു ജീവിതത്തിൽ വഴിത്തിരിവാണ്. സ്പെഷ്യൽ ജൂറി പരാമർശവും ഉണ്ടായിരുന്നു ശ്രീരാമേട്ടനോടൊപ്പം. പിന്നാലെ ഒറ്റയ്ക്ക് പാടുന്ന ഭൂമിയില്ല. ഇത് കമൽ സാറിന്റെ ചിത്രം, ഔസേപ്പച്ച സാറിന്റെ സംഗീതം. രണ്ട് ലെജൻസിന്റെ ഒപ്പമാണ് തുടങ്ങിയതല്ലേ? അതെ അതെ, ഭാഗ്യം. ജയേന്ദ്ര സാറ് വിളിച്ചപ്പോ തന്നെ എനിക്ക് സന്തോഷമായി. സിനിമയിൽ പാടണം എന്നുള്ളത് എപ്പോഴേലും ആലോചിച്ചിട്ടുണ്ട്? അപ്പൊ മ്യൂസിക് ഒരു സബരിയായിട്ട് എടുത്ത ആള്, ചിലവർ അങ്ങനെ ഉണ്ടല്ലോ, സിനിമ ഫോക്കസ് ചെയ്യാതെ മ്യൂസിക് പഠിക്കുക അല്ലെങ്കിൽ ക്ലാസിക്കൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക, സിനിമയെ കുറിച്ച് ചിന്തിക്കൊന്നുമില്ല. മാമിന്റെ ഒരു എങ്ങനെയായിരുന്നു സിനിമ മനസ്സിലുണ്ടായിരുന്നു എപ്പോഴെങ്കിലും? എപ്പോഴെങ്കിലും അപ്പൊ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പൊ നമുക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അർഹതയുണ്ടോ, നമുക്ക് അത് വന്നു ചേരുമല്ലേ. അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാനും. അത് അച്ഛനും അമ്മയും പിന്നെ എല്ലാരും അതാ പറയുന്നത്. ഈ ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലിന്റെ ഒരു റെക്കോർഡിംഗ് ടൈം ഓർമ്മയുണ്ടോ? തൃശ്ശൂർ വെച്ചായിരുന്നു. അപ്പൊ ട്രാക്ക് എനിക്ക് അയച്ചു തന്നു കേട്ടോ. ഒരു കമൽ സാറിന്റെ അസിസ്റ്റന്റ് അവിടെ തന്നു, വിനോദ് എന്ന് പറഞ്ഞിട്ട്. ചേട്ടൻ കൊണ്ട് തന്നു, CD കൊണ്ട് തന്നു, കേട്ടു പഠിച്ചു. അവിടെ ചെന്ന് ഇരുന്നപ്പോ തന്നെ ട്രാക്ക് ഇട്ടപ്പോ ഞാൻ പാടാൻ തുടങ്ങി. പാടാനൊന്നും എന്നോട് പറഞ്ഞില്ല, ഞാൻ പഠിച്ചത് പാടി. അപ്പൊ സാറ് കൊള്ളാലോ, കൊള്ളായിരുന്നു പറഞ്ഞല്ലേ? ദൈവം ഞങ്ങള് പറഞ്ഞു പോലുമില്ല, നീ മുഴുവൻ പാടിയല്ല, നീ ശ്വാസം ഒന്നും എടുക്കണില്ലേ, ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ സ്റ്റേറ്റ് അവാർഡ് എന്നുള്ള പ്രതീക്ഷയൊക്കെ അങ്ങനെ എന്തെങ്കിലും? ഒന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ, അത്ഭുതമായി. സർപ്രൈസ്. പാടുന്ന സമയത്ത് ഇപ്പൊ ചിലവർക്ക് പറയില്ല, ഇപ്പൊ പാട്ടുകൾ പലതരത്തിൽ വരുമല്ലോ. ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള സംഗതികൾ കൂടുതലുള്ള പാട്ടുണ്ടാവും, എന്നാൽ താരതമ്യേന സംഗതികൾ കുറവുള്ള പാട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഇത്തിരി സംഗതി കൂടുതലുള്ള പാട്ടിനൊക്കെ ചിലപ്പോൾ ഒരു സ്റ്റേറ്റ് അവാർഡൊക്കെ പ്രതീക്ഷിക്കുമല്ലോ. എല്ലാരും പറയും ഇത് അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട്. എന്റെ മാമൻ ആദ്യം പറഞ്ഞു, വിനോദ് മാമൻ, ചിറ്റപ്പൻ, സുധാമൻ ചിറ്റപ്പൻ എല്ലാരും പറയും സാധ്യത ഉണ്ടെന്ന് പറഞ്ഞല്ലേ. കിട്ടിയപ്പോഴുള്ള മൊമെന്റ് സന്തോഷമായിരുന്നു. ആ സ്റ്റേറ്റ് അവാർഡ് കയ്യിലേക്ക് വാങ്ങിയ ഒരു നിമിഷം ഓർക്കുന്നുണ്ടോ? ഉണ്ട്, തിരുവനന്തപുരത്ത് ആണല്ലേ, അടിപൊളിയായിരുന്നു. എല്ലാ സ്ഥലത്ത് പോയാലും വലതും ഇടതുമായിട്ട് അച്ഛനും അമ്മയുണ്ട്. എവിടെ പോയാലും ഇന്ത്യക്കകത്തും പുറത്തും എങ്ങനെയാണേലും പോകുള്ളൂ. അങ്ങനെ പോകുള്ളൂ, അങ്ങനെയാണെങ്കിൽ കംഫർട്ടുള്ളൂ. ഇപ്പൊ ഞാനേ കനയില് ഒരു പാട്ട് പാടിയിട്ടുണ്ട്, കന സിനിമയില്. അതെ അതെ വായാടി പത്തപ്പുള്ള എന്നുള്ള പാട്ടും മാമിന്റെ ലൈഫുമായിട്ട് എനിക്ക് പേഴ്സണലി ഒരു കണക്ഷൻ. അതിന്റെ കണക്ഷൻ എന്താന്ന് ഞാൻ പറയാം. ആ പാട്ടില് സത്യരാജ് സാറാണ് അഭിനയിച്ചിട്ടുള്ളത്. സത്യരാജ് സാറ് മകൾക്ക് വേണ്ടിയിട്ട്, മകളുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും, മകൾക്ക് ക്രിക്കറ്റർ ആവാൻ ആഗ്രഹിക്കുന്ന മകളാണ്. അപ്പൊ അവളുടെ ആഗ്രഹത്തിന് കൂടെ നിൽക്കുന്ന ഒരു അച്ഛനാണ്. അതുപോലെ ഇവിടുത്തെ അതാ ഞാൻ ചോദിച്ചു വരുന്നത്. ആ പാട്ടും മാമിന്റെ ജീവിതമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. ശരിക്കും ഈ അച്ഛനെ മാത്രമല്ല, അച്ഛനെയും അമ്മേനെയും ഒന്ന് ലൈഫിൽ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാല് പറയാം. അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ നമ്മളുള്ളൂ. അച്ഛനും അമ്മയും നമുക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്നു, സംഗീതത്തിന് വേണ്ടിയിട്ടും എല്ലാ കാര്യങ്ങൾക്കും മനസ്സിനൊപ്പം നിൽക്കുക. അതാണ് അച്ഛനും അമ്മയും ഏറ്റവും വലിയ നിധിയാണ്. അമ്മയുടെ പേര് വിമല, അച്ഛന്റെ പേര് മുരളീധരൻ. അച്ഛനും അമ്മയും നന്നായി പാടും. അപ്പൊ അതുകൊണ്ടാണ് സംഗീതത്തെ കുറിച്ച് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുന്നത്, പാട്ടറിയാവുന്ന പാടുന്നത് കൊണ്ടാണ്. ആരാ മാമിന്റെ ഒരു താളബോധ കാര്യം കണ്ടുപിടിച്ചത് ഓർക്കുന്നുണ്ടോ? 1.5 വയസ്സിലെ മൂളിത്തോടെ അച്ഛൻ തന്നെ. 2 വയസ്സായപ്പോ മൂളായിരുന്നു പറഞ്ഞു അച്ഛനും അച്ഛന്റെ അമ്മയൊക്കെ. അച്ഛമ്മ ആദ്യം ബൈഹാർട്ട് ചെയ്ത പാട്ട് ഓർക്കുന്നുണ്ടോ? ഏതാണ്? ആദ്യം ഞാനൊരു സിനിമാ ഗാനമായിരുന്നു, പിന്നെയാണ് ക്ലാസിക്കലാണ്. ഇതിലെ വാദാബിയാണ് തുടങ്ങുന്നത്. പിന്നെ തായ യശോദ, ശ്രീഗണനാഥം, ഭജാമ്യഹം. പിന്നെ സപ്തസ്വരങ്ങളൊക്കെ അച്ഛനും പറഞ്ഞു തരുമായിരുന്നു. ദാസേട്ടന്റെ ഗാനങ്ങൾ കേട്ടാണ് ആദ്യം. ദാസേട്ടന്റെ ശാസ്ത്രീയ സംഗീതം, ഇതിന്റെ കാസറ്റുകൾ കേട്ടോ, അത് ഞാൻ പറഞ്ഞു. അത് കേട്ടുള്ള പഠനമായിരുന്നു ആദ്യം. ദാസേട്ടന്റെയും ബാലമുരളി സാറിന്റെയും MS അമ്മ, ചെമ്മാങ്കുടി സ്വാമികൾ, മഹാരാജാവര സന്താനം സാർ, ഒട്ടേറെ സംഗീത ആചാര്യന്മാരുടെ ഇതെല്ലാം നമ്മൾ കേട്ട് പഠിച്ചല്ലേ. ദാസേട്ടന്റെ ഇവരെ മാനസ ഗുരുവാക്കി എന്ന് വേണേ പറയാം. മാനസ ഗുരുവായിട്ട്. അതെ, GNB സാർ, MD രാമനാഥ് സാറിന്റെ ഒക്കെ ഇഷ്ടം.
ഇഷ്ടമാണ്. ഓ, അച്ഛനും അമ്മയും മ്യൂസീഷ്യൻസ് ആന്ന് പറഞ്ഞല്ലോ. അതെ. അപ്പൊ എപ്പോഴേലും ഇവരോട് ചോദിച്ചിട്ടുണ്ടോ, അതായത് അപ്പൊ അച്ഛനെ കൊണ്ട് പാടിക്കുവോ അല്ലെങ്കിൽ അച്ഛനോട് എന്ത് പാട്ട് കണ്ടിന്യൂ ചെയ്യാത്ത എന്താണെന്ന് മാം ചോദിക്കോ, അങ്ങനെ പാടാൻ നിർബന്ധിക്കോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ചെയ്യാറുണ്ട്. അച്ഛൻ പിന്നെ ചാനലിലാണെങ്കിൽ ഗാനമേളയ്ക്കൊക്കെ പാടാറുണ്ട്, ഞങ്ങളുടെ സ്വന്തം ഗാനമേളയ്ക്ക്. ഇപ്പൊ പാടുവോ? ഇപ്പൊ പാടാറുണ്ട്. ഉണ്ടല്ലേ? ഞാൻ താഴെ ചോദിച്ചപ്പോ ഇല്ല പാടാറില്ല എന്നാ പറഞ്ഞു. ഇടയ്ക്ക് പാടുമായിരുന്നു. ഇപ്പൊ കുറച്ചു നാളായി നേരത്തെ പാടുമായിരുന്നു. പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്. അച്ഛൻ എന്നോട് പറഞ്ഞത് എനിക്ക് പറ്റാത്തത് ഞാൻ മകളിലൂടെ അതെ, അച്ഛന് സാധിച്ചു, അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു, സാധിച്ചില്ല. ശരി. പാട്ട് പഠിക്കാൻ പോകുന്നത് ഇവിടുന്ന് തന്നെയായിരുന്നോ കുഞ്ഞിലെ? 3 മണിക്ക് വൈക്കത്ത് സംഗീത ക്ലാസ് ഉണ്ടായിരുന്നു. അച്ഛൻ സാധകം ചെയ്യിക്കാൻ കൊണ്ടുപോകും സൈക്കിളിൽ. അയ്യോ, ഈ സാധകം എന്ന് പറയണത് നമ്മള് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്, വെള്ളത്തില് അങ്ങനെ തന്നെയാണോ മാം? അങ്ങനെയും ചെയ്യാം, അല്ലാണ്ടും ചെയ്യാം. സപ്തസ്വരങ്ങള്, വരിശകള്. എത്ര സമയം എന്നിട്ട് പ്രാക്ടീസ് ചെയ്യോടെ? 2 മണിക്കൂർ ചെയ്യുമായിരുന്നു. അന്ന് നമുക്ക് അറിയത്തില്ല, അന്ന് ദേഷ്യമൊക്കെ വരുമായിരുന്നു, കൊച്ചിനല്ലേ. എന്നാലും അച്ഛൻ ചെയ്യിക്കുമായിരുന്നു, നിർബന്ധിച്ചൊക്കെ ചെയ്യിക്കും. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പാടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു പരിശീലനമാണ്, ഗ്രൂമിംഗ് ആണ്. നിങ്ങൾ 3 കൂടി പാടാറുണ്ടോ എപ്പോഴേലും? ഉണ്ട് വീട്ടില്. ഉണ്ടല്ലേ? അപ്പൊ കോമൺ ആയിട്ട് അല്ലെങ്കിൽ 3 ഉള്ള സമയത്ത് പാടുന്ന ഒരു പാട്ട് ഏതായിരിക്കും? സ്ഥിരമായിട്ട് മൂടുന്ന പാട്ടുകൾ ഏതെങ്കിലും ഉണ്ടോ? ഇപ്പൊ പാടുന്നില്ല. പിന്നെ അച്ഛന് മറ്റേ ആരാരി ആരോ, പിന്നെ അമ്മയും ഞാനും കൂടെ കൂട്ടിനീളംകളി, കുഞ്ഞാറ്റക്കളി, അതൊക്കെ പാടും. ഞാനിപ്പോഴേ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഒരു പാട്ട് പാടാൻ പറഞ്ഞ മാം ഏത് പാട്ട് പാടും? കൺഫ്യൂഷൻ. അച്ഛന് വേണ്ടിട്ട് പാടുന്നത്? അല്ല, കൺഫ്യൂഷൻ അല്ലേ, ഏത് വരണോന്ന് കൺഫ്യൂഷൻ. കൺഫ്യൂഷൻ ആണല്ലേ? അമ്പാടി തന്നീലോരുണ്ണി, അഞ്ജന കണ്ണനാമുണ്ണി, ഉണ്ണിക്ക് നെറ്റിയിൽ ഗോപിപ്പൂ, ഉണ്ണിക്ക് മുടിയിൽ പീലിപ്പൂ. അമ്പാടി തന്നീലൊരുണ്ണി, അഞ്ജന കണ്ണനാമുണ്ണി, ഉണ്ണിക്കു നെറ്റിയിൽ ഗോപിപ്പൂ, ഉണ്ണിക്ക് മുടിയിൽ പീലിപ്പൂ. എപ്പോഴെങ്ങനെ ഇങ്ങനെ കോൺഫിഡൻസ് ആയിട്ട് ചിരിയോടെ ഇരിക്കാൻ പറ്റുന്നത്? അത് അച്ഛനും അമ്മയും പറഞ്ഞു തരും എപ്പോഴും, സമാധാനിപ്പിക്കുമോ, ഇങ്ങനെ നോമ്പിപ്പിച്ചിരിക്കരുത്. വിഷമിക്കുന്ന അവസ്ഥകളുണ്ടോ? ചെറിയ കാര്യം. എന്ത് കാര്യത്തിന്? ഇപ്പൊ ഞാൻ ആരെങ്കിലും പരിചയപ്പെടുത്താൻ വരുമ്പോ ചുമ്മാ അടുത്ത് നിർത്തിയിട്ടായിരിക്കും, ഇതാണ് ആള്, എനിക്ക് മനസ്സിലാവൂല. അപ്പൊ വിഷമം തോന്നും, ഇങ്ങനെ പറയണേ. അതുകൊണ്ടാണ് ഞാൻ വന്നിട്ട് കൈ തൊട്ടത്. അതെ, എനിക്ക് സമാധാനമായത്. ഞാൻ പറയും, തുറന്നു പറയും, അങ്ങനെ പറഞ്ഞ എനിക്കറിയില്ല, കൈ തരും. എന്നിട്ട് അങ്ങനെയൊക്കെ ചെറിയ കാര്യം, അപ്പൊ അങ്ങനെ പറയും, അങ്ങനെ ചിന്തിക്കണ്ടെന്നൊക്കെ പറയും. കുഞ്ഞു കാര്യത്തിന് വിഷമാവും. അപ്പൊ എന്താ അച്ഛനും അമ്മയും ചെയ്യുന്ന? ചോക്ലേറ്റ് വാങ്ങിച്ചു തരുമോ? എന്തെങ്കിലും പറയും, നിനക്ക് വേറെ പണിയൊന്നുമില്ല. ദേഷ്യം വരാറുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ആരെങ്കിലും ഒരുമാതിരി റഫായിട്ടൊക്കെ വർത്താനം പറഞ്ഞ ദേഷ്യം വരും. അപ്പൊ പറയും, മറുപടി പറയും ചെയ്യും. പറഞ്ഞാല് സമാധാനം, ഉറക്കം വരില്ല.